നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുക്കുമ്പോൾ സൂപ്പർ താരങ്ങൾ പരിക്കേറ്റ് പുറത്താവുന്ന ഒരു തുടർക്കഥയാവുകയാണ് ബ്രസീലിൻ്റെ റോഡ്രിഗോ, ജർമ്മനിയുടെ നാബ്രി. അത് ഈ താരങ്ങൾ വേൾഡ് കപ്പിൽ നിന്ന് ഔട്ടാണ് ഓൾറെഡി. അതുപോലെ പല താരങ്ങളും ടച്ച് ആൻഡ് ഗോ സിറ്റുവേഷനിലാണ്. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും റിക്കവർ ആയാലായി എന്ന സ്ഥിതിയിൽ പലരുമുണ്ട്. അത് ബ്രസീൽ എതർ മിലിറ്റാവോ ആയിട്ട് തുർക്കിയുടെ ആർദ ഗ്യുളർ ആവട്ടെ, സ്പെയിനിൻ്റെ ലാമിനെ യമാൽ ആവട്ടെ, ഒരുപാട് താരങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് മറ്റൊരു സൂപ്പർ താരം കൂടി വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല, റൂൾഡ് ഔട്ടായി കഴിഞ്ഞു. മറ്റാരുമല്ല, നെതർലൻഡ്സിൻ്റെ സൂപ്പർ താരം സാവി സിമോൺസ് ആണ് പരിക്കേറ്റ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. ടോട്ടനാമിന് വേണ്ടി കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. ACL ഇഞ്ചുറിയാണ് എന്നിപ്പോൾ കൺഫേം ആയിരിക്കുന്നു. സാവി സിമോൺസ് വളരെ വികാരനിർഭരമായ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിരിക്കുന്നു. സാവി സിമോൺസിന് ACL ഇഞ്ചുറിയാണ്. He will be out for the rest of the season with Tottenham. Savi will be back to action in 2027 എന്നാണ്. ഈ വർഷം ഇനി കളിക്കുകയില്ല. 2027 മാത്രമേ അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ സാവി സിമോൺസ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ലൈഫ് ആളുകൾക്ക് ക്രൂവലായി ചില ഘട്ടങ്ങളിൽ വരാം. അതിപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. എൻ്റെ ടോട്ടനാമിനോടൊപ്പമുള്ള സീസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഹോണസ്റ്റ്ലി ഞാൻ ഹൃദയം തകർന്നിരിപ്പാണ്. എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടീമിനോടൊപ്പം ഫൈറ്റ് ചെയ്യണമായിരുന്നു. അതിനുള്ള എബിലിറ്റിയാണ് ഇപ്പോൾ ഇല്ലാതെയായിരിക്കുന്നത്. പിന്നെ വേൾഡ് കപ്പ് എത്തിയിരിക്കുന്നു. എൻ്റെ കൺട്രിക്കൊപ്പം ഈ സമ്മറിൽ എനിക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ അവസരവും നഷ്ടമായിരിക്കുന്നു. ഏതായാലും ഈ ഒരു സമയം ഞാൻ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ടീംമേറ്റായിട്ട് ഞാൻ ഉണ്ടായിരിക്കും. ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് ടുഗദർ വി വിൽ വിൻ ദിസ് ഫൈറ്റ് എന്ന് കൂടി അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു വഴിയിലൂടെ ഞാനിപ്പോൾ നടക്കുകയാണ്. ഗൈഡഡ് ബൈ ഫെയ്ത്ത്, വിത്ത് സ്ട്രെങ്ത്, വിത്ത് റെസിലിയൻസ്, വിത്ത് ബിലീഫ് ആസ് ഐ കൗണ്ട് ഡൗൺ ദി ഡേയ്സ് ടു ഗെറ്റിംഗ് ബാക്ക് ഔട്ട് ദെയർ എന്ന് പറഞ്ഞുകൊണ്ട് സാവി സിമോൺസ് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ഈ സമയത്ത് വേണ്ടത് മാനസികമായിട്ടുള്ള കരുത്ത് തന്നെയാണ്. ഈ ഒരു പ്രശ്നത്തോട് പോരാടി കൂടുതൽ കരുത്തരായിട്ട് അദ്ദേഹത്തിന് തിരികെ വരാൻ പറ്റട്ടെ. പക്ഷേ വേൾഡ് കപ്പിന്, നെതർലൻഡ്സിന് ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.